ഈ പാർലമെന്റ് ഇലക്ഷനിൽ ശരിക്കും നരേന്ദ്രമോദിയുടെ ഈ ഒരു മൂന്നാം ഊഴം ശരിക്കും വലിയൊരു തിരിച്ചടി ആയിരിക്കുന്നത് നിലവിൽ അത് കോൺഗ്രസിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് കാരണം പലതാണ്. അതായത് നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം, നരേന്ദ്രമോദി മൂന്നാമതും വരാൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇന്ത്യ സഖ്യം അതുതന്നെയാണ് ഇനി അങ്ങോട്ട് കോൺഗ്രസ്സിന് ഒരു വലിയ പ്രശ്നമായി മാറാൻ പോകുന്നത്. അവർ വിചാരിച്ച കണക്ക് കാര്യം നടന്നതുമില്ല. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ പ്രധാനമന്ത്രി ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കളിച്ച പല കളികളും അത് അവസാനം ഒന്നും നടക്കാതെ വന്നു. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി ആവുകയും ചെയ്തു. BJP NDA അധികാരത്തിൽ വരികയും ചെയ്ത ഈ ഒരു സിറ്റുവേഷനിൽ ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ കോൺഗ്രസ് ശരിക്കും പെടാപ്പാട് പെടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അമിത്ഷായോ ഒന്നും ചെയ്യാതെ നോക്കിയിരുന്നാൽ തന്നെയും BJPയിലേക്ക് NDAയിലേക്ക് നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ട് ഇനിയുള്ള ദിനങ്ങളിൽ ഈ പറയുന്ന കോൺഗ്രസ് വിട്ടും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്നുമൊക്കെ പലരും എത്തുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ BJPയോടൊപ്പമുള്ള സഖ്യകക്ഷികളെ, അതായത് NDA, ആ സഖ്യകക്ഷികളെ എല്ലാം തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് നിതീഷ് കുമാറിൻ്റെ പാർട്ടി ആയാൽ തന്നെയും ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി ആയാൽ തന്നെയും ഇവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സർക്കാർ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു കോൺഗ്രസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് പോസിബിളായി വരത്തില്ല എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇവർ രണ്ടുപേരും ആ കൂട്ടത്തിലേക്ക് ചേർന്നാൽ പോലും അവർക്ക് ആ ഒരു തരത്തിൽ ഭരണമുറപ്പിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് താൻ. അതുമാത്രമല്ല, അങ്ങനെ ഒന്നുണ്ടായിരുന്നെങ്കിൽ, അതായത് കോൺഗ്രസ് ഏത് വിധേനയും ഒരു സർക്കാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ സത്യത്തിൽ ആ സർക്കാരിൻ്റെ ഭാവി ഒരു വളരെ വലിയ തുലാസിലായി പോയനെ എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും വീണ് പോകാൻ പാകത്തിനുള്ള ഒരു അവിയൽ പരുവത്തിനുള്ള ഒരു സർക്കാർ രൂപീകരണമായിരുന്നേ ആ ഒരു തരത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ ശരിക്കും അത് മുന്നോട്ട് പോകത്തുമില്ലായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും അത് താഴെ വീഴാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം നിലവിൽ BJPയോടൊപ്പമുള്ള നായിഡു ആയാലും നിതീഷ് ആയാലും എന്തായാലും മോദിയെ വിട്ട് BJPയെ വിട്ട് എന്തായാലും പോകാനായിട്ട് പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ, അതായത് ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞ കണക്ക് തന്നെ, ഇവർ പോയാലും ഈ സർക്കാർ വീഴത്തില്ല എന്നുള്ളത് നരേന്ദ്രമോദിക്ക് നല്ല ഉറപ്പുണ്ട്. അത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ആ ഒരു ബലവും. പക്ഷെ മറുവശത്ത് അങ്ങനെയല്ല. അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയല്ല. അവർക്ക് എല്ലാ അർത്ഥത്തിലും പേടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് നിലവിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒരു ഇന്ത്യ സഖ്യത്തെ, അതായത് എല്ലാ പാർട്ടികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒന്നും രണ്ടും സഖ്യകക്ഷികളല്ല, ഇത്രയധികം സഖ്യകക്ഷികളെ ആ ഒരു തരത്തിൽ ഒരു കുഴപ്പവുമില്ലാതെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വലിയ ഒരു പാടുപെട്ട് വളരെ നന്നായിട്ട് പ്രയത്നിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു നൂല് പോലെയാണ്, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതൊരു വലിയ ഒന്നൊന്നര പൊട്ടലായി പോകുമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. കാരണം അങ്ങനെയുള്ള സഖ്യകക്ഷി കൂട്ടുകെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് എത്രത്തോളം ഐക്യത്തോടുകൂടി ഈ പറയുന്ന ഇന്ത്യ സഖ്യം എന്നത് മുന്നോട്ട് പോയാലും പലർക്കും പല അഭിപ്രായങ്ങൾ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് അത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും വലിയ പണിയെടുക്കാതെ തന്നെ ഈ പറയുന്ന ഇപ്പോൾ നിലവിൽ കോൺഗ്രസിലുള്ളവരായാലും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം കക്ഷി ആ ഒരു തരത്തിൽ ചേർന്നിട്ടുള്ളവരായാലും തീർച്ചയായിട്ടും BJPയിലേക്ക് തന്നെ അത് ഇനിയുള്ള നാളുകളിൽ അടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരിക്കും ഇവിടെ നിലവിലത്തെ സിറ്റുവേഷനിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസിൻ്റെ ഒരു നിലയാണ് ഇപ്പോൾ ഒരു സേഫ് അല്ലാത്ത തരത്തിൽ ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരുടെ ഇപ്പോഴുള്ള ആ ഒരു MPമാർ പോലും എത്ര നാൾ കോൺഗ്രസിനൊപ്പം കാണുമെന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അവരുടെ സഖ്യകക്ഷികളെ അവർ പിടിച്ചു നിർത്താനായിട്ട് അവർ ശ്രമിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം തട്ടകത്തിന് അകത്തുള്ളവരെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ കൂടെ ആ ഒരു തരത്തിൽ കൂട്ടിയോജിപ്പിച്ചവരെ കൂടി ആ ഒരു തരത്തിൽ ഒത്തുകൊണ്ടു പോവുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
മുൻകാലങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിലുള്ള ഒരു വലിയൊരു എട്ടിൻ്റെ പണിയാണ് എന്നത് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ കൂട്ടത്തിലാണ് മറുപക്ഷത്തിരിക്കുന്നത് അതിശക്തരായിട്ടുള്ള വ്യക്തികൾ. നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും BJP എന്ന പാർട്ടി ആയാലും അവർക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് പിന്തുണയായിട്ടോ ആരെങ്കിലും നിന്നു കഴിഞ്ഞാൽ അവരെ അപ്പോഴേ പൊക്കിക്കൊണ്ടു പോകാനായിട്ട് എല്ലാ തരത്തിലുമുള്ള കഴിവുള്ളവരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഇനി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ BJP അല്ലെങ്കിൽ NDA നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും ഈ 5 കൊല്ലത്തിനിടെ താഴെ ഇറക്കാൻ പറ്റുമോ എന്നതല്ല, അവരുടെ പക്കലുള്ള വ്യക്തികളെ സഖ്യകക്ഷികളെ എങ്ങനെ ഇനിയുള്ള 5 കൊല്ലം പിടിച്ചു നിർത്താമെന്നതിനെ കുറിച്ച് വേണം കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ചൂഴ്ന്ന് ചിന്തിക്കാനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു പോയാൽ അത് തീർച്ചയായിട്ടും ഒരു ചെറിയൊരു തിരിച്ചടി ആയിരിക്കത്തില്ല കോൺഗ്രസിന് നൽകുന്നത്. ഇനി വരാൻ പോകുന്ന 2029 ഇലക്ഷന് മുന്നേ കോൺഗ്രസ് അടിപതറി വീണ് കഴിഞ്ഞാൽ ഈ സഖ്യമൊക്കെ എല്ലാ അർത്ഥത്തിലും പൊളിഞ്ഞ് പാളീസാകുന്ന തരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് ഒരു രക്ഷയും കാണത്തില്ല എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ആവനാഴിയിലെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് മോദിയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ BJPയെ താഴെ ഇറക്കാൻ ശ്രമിച്ചിട്ട് പോലും പരാജയപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിലത്തെ സിറ്റുവേഷനിൽ. കാരണം 3ാം ഊഴവും മോദി വന്നിരിക്കുന്നു എന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും ആ ഒരു 3ാം ഊഴം ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരിക, അത് 3ാം തവണ വരിക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അത് സാധ്യമാക്കിയെടുത്തിരിക്കുന്നു നരേന്ദ്രമോദി എന്നുള്ളത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ സാധിച്ചെടുത്ത ആ നരേന്ദ്രമോദിക്ക് തീർച്ചയായിട്ടും ഈ സർക്കാർ ഒരു കോട്ടവും തട്ടാതെ ഒരു കുലുക്കവും ഇല്ലാതെ 5 കൊല്ലം കൊണ്ടുപോകാനായിട്ടും അറിയാം. അവർ അതുമാത്രമല്ല ശ്രമിക്കുന്നത്, ഇനി അതായത് ഇപ്പോൾ സംഭവിച്ച പിഴവുകളെല്ലാം തന്നെ മാറ്റി തിരുത്തിക്കൊണ്ട് അടുത്ത 5 കൊല്ലം ഇനി വരുന്ന 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ആ ഇലക്ഷനിൽ ഇതിലും വലിയ ഒരു ഭൂരിപക്ഷം, അതായത് അവർ വിചാരിച്ച കണക്ക് എത്തിപ്പെടാനായിട്ടുള്ള നീക്കങ്ങൾ അവർ ഇപ്പോഴേ തുടങ്ങുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതിനുള്ള കൃത്യമായിട്ടുള്ള സമയം അവർക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ പെട്ടിരിക്കുന്നത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ പെട്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കാരണം അവർ ഒറ്റയ്ക്കല്ല, അവരോടൊപ്പം നിൽക്കുന്ന ഇത്രയധികം പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദിയുടെ ഈ ഭരണം ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ കോൺഗ്രസിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ ഒരു വിള്ളലുണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ പലതരത്തിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടായി സഖ്യകക്ഷികൾ തന്നെ മാറിപ്പോകുന്നതും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ തന്നെ പല MPമാരും ഈ മറുകണ്ഠം ചാടുന്ന തരത്തിൽ, അതായത് BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ആയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ. എന്തായാലും കാത്തിരിക്കാം, എന്തായിരിക്കും വരും നാളുകളിൽ കോൺഗ്രസിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു പൊട്ടിത്തെറികൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കോ രാഹുൽ ഗാന്ധിക്കോ ഈ പറയുന്ന MPമാരെയോ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ സഖ്യകക്ഷികളെയോ പിടിച്ചു നിർത്താനായിട്ടുള്ള അടുത്ത 5 കൊല്ലം, അതായത് ഇനിയുള്ള അടുത്ത 5 കൊല്ലവും ഈ ഒരു തരത്തിൽ കൂട്ടിയോജിപ്പിച്ചു കൊണ്ട് പോകാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട അല്ലെങ്കിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്.